അതാണ് അസംബ്ലി ലാംഗ്വേജ്. പിന്നെ വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വന്ദന. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈപ്പിസ്റ്റ് എക്സാമുകളിൽ നിരന്തരം ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും കണ്ടുവരുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസും അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സും. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ല എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജും അല്ലാത്ത ഇതിനിടയിൽ വരുന്ന ആൾക്കാരുണ്ട്. അതാണ് അസംബ്ലി ലാംഗ്വേജ്. പിന്നെ വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജസ് ആണ്. ഇവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോവസ്റ്റ് ലാംഗ്വേജ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ്. ഓക്കെ, അത് നമ്മൾ 0s and 1s ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സിസ്റ്റത്തിന് ആ ഡേറ്റാനെ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് 0s and 1s ആയിട്ടാണ്. അതിനെ നമ്മൾ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെയാണ് അല്ലേ. ഇനി നമ്മൾ കൊടുക്കുന്ന എന്ത് കാര്യവും മനസ്സിലാവണമെങ്കിൽ അത് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? 0s and 1s ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സിസ്റ്റം അത് റീഡ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമനെ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് കൂടിയാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് CPU ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളത്. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ അപ്പോൾ 2 digits യൂസ് ചെയ്തുകൊണ്ടാണ്. ആ 2 digits എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 0s and 1s ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ മെഷീൻ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ 0s and 1s ആയിട്ടൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചില സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? നിമോണിക്സ് എന്ന് വിളിക്കും. ഓക്കെ, നിമോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനകത്ത് വരുന്നത്. എന്നാൽ നമ്മുടെ ഈ കണ്ടില്ല എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്, ആഡ്, മൂവ്, സബ് എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇത് സിമിലർ ടു ഇംഗ്ലീഷ് ആണെങ്കിലും പലപ്പോഴും നമുക്ക് അത്രയ്ക്ക് റീഡബിൾ അല്ല എങ്കിലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇന്നോവേറ്റ് ആവുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. എന്നാൽ നമ്മൾ അവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കും. ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ അവിടെ 2 നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അതിനെ നമ്മൾ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്? 0s and 1s ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിനത് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്തിലേക്ക് മാറ്റുന്നുണ്ട്? മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരുടെ പേര് കൂടി പഠിക്കുക. എന്താണ്? അസംബ്ലർ. അസംബ്ലർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം പ്രോഗ്രാമാണ്. അവർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് അസംബ്ലി ലാംഗ്വേജിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി വരുന്ന മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. പേര് പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണോ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഹ്യൂമൻ റീഡബിൾ ആണ്. ഇംഗ്ലീഷ് പോലെ അല്ലേ, ഇംഗ്ലീഷ് പോലെയാണ് നമ്മളത് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജസിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം ഈ പറയുന്നത് പോലെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യാനായിട്ട് ആരൊക്കെ വേണം? കമ്പൈലറും ഇൻ്റർപ്രറ്ററും വേണം. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ട്രാൻസ്ലേറ്റേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞു, അസംബ്ലറും കമ്പൈലറും ഇൻ്റർപ്രറ്ററും. ഓക്കെ,
അപ്പോൾ ഇൻ്റർപ്രറ്ററും കമ്പൈലറും ചെയ്യുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവലിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കമ്പൈലറും ഇൻ്റർപ്രറ്ററും ചെയ്യുന്നത്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പൈത്തൺ, സി, C++, ജാവ, അല്ലേ, C#, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മുടെ ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 എണ്ണമാണ് നമുക്ക് വരുന്ന ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം, ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. കമ്പൈലറും അതേപോലെ തന്നെ ഇൻ്റർപ്രറ്ററും. നമ്മൾ ഓൾറെഡി അസംബ്ലറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അസംബ്ലേഴ്സ് എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് അസംബ്ലർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്പൈലറും ഇൻ്റർപ്രറ്ററും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് ലോ ലെവലായിട്ടുള്ള മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവർക്ക് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഹൈ ലെവലിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിലും ഇവർ രണ്ടുപേർക്കുമുള്ള യൂസ് കേസസ് രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം, കമ്പൈലറിനെ കുറിച്ച് നോക്കാം. കമ്പൈലർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 10 ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, 10 ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ 10 ലൈൻ ഓഫ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ 10 ലൈനിനെയും കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാക്കി മാറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കമ്പൈലർ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ആ ഒരു എൻറ്റയർ പ്രോഗ്രാമിനെ ഒറ്റത്തവണ എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? മെഷീൻ കോഡ് ഫയലാക്കിയാണ് മാറ്റുന്നത് കേട്ടോ. അതിനുശേഷമാണ് ഈ ഒരു ഫയലിനെയാണ് തിരിച്ച് പിന്നീട് എന്താക്കുന്നത്? മെഷീൻ ലെവലായിട്ടുള്ള 0s and 1s ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വേർഡ് ഏതാണ്? എൻറ്റയർ. അതായത് നമ്മുടെ ആ ഒരു കോഡിനെ മൊത്തത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കോഡാക്കി ആര് കൺവേർട്ട് ചെയ്യുന്നത്? കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ലാംഗ്വേജസ് ആയിട്ട് പഠിക്കേണ്ടത് C, C++, ജാവ. ഇതെല്ലാം കമ്പൈലർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ കമ്പൈലർ എന്താ ചെയ്യുന്നതെന്നുള്ളത്? ഇനി അടുത്ത ടൈപ്പാണ് ഇൻ്റർപ്രറ്റർ. ഇൻ്റർപ്രറ്റർ ഈ പറയുന്നത് പോലെ തന്നെ ഹൈ ലെവലിനെ ലോ ലെവലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എടുത്ത അതേ സെനേറിയോ എടുക്കാം. 10 ലൈൻ ഓഫ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെഷീൻ ലെവലിലേക്ക് ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല? ഒരു മെഷീൻ കോഡ് ഫയല് ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ അപ്പോൾ നമ്മുടെ എൻറ്റയർ കോഡ് നമ്മൾ കമ്പൈലർ വെച്ച് ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റർപ്രറ്റർ ആ ലൈൻ ഓഫ് കോഡിനകത്തെ ഓരോ ലൈനിനെയും എന്ത് ചെയ്യുന്നു? മെഷീൻ ലെവലിലേക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട വേർഡ് ഏതാണ്? ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ് ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു ഇൻ്റർമീഡിയറ്റ് ഫയലുകളൊന്നും തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി മെഷീൻ ലെവലിലേക്കാണ് മാറ്റുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇൻ്റർപ്രറ്റർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പലപ്പോഴും എക്സാമിനെ ചോദിച്ച് കാണാറുണ്ട്. എക്സാമിനെ വെച്ചായിരിക്കും ചോദിക്കുന്നത്. കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഒക്കെ പലപ്പോഴും എക്സാമിനകത്ത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന വേർഡുകൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ഓർത്ത് വെച്ച് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഈ ഡിസംബറിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ് നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു സിലബസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. 10 മാർക്കിനാണ് നമുക്ക് GK വരുന്നത്. ബാക്കി 60 മാർക്ക് നമുക്ക് എവിടുന്ന് തന്നെയാണ്? നേരത്തെയുള്ള എക്സാം നോക്കുകയാണെങ്കിൽ അതിനകത്തും നമുക്ക് കമ്പ്യൂട്ടർ വരും, MS ഓഫീസ് വരും, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. ഇത്രയാണ് നമുക്ക് ആ ഒരു സിലബസിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടല്ലേ, അത് വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കോർ നേടാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാം നമുക്ക്
ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് CCയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഒരു കൃത്യമായ വേയിലൂടെ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എക്സാമുകൾ ഉണ്ടാവും, വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും, വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ലൈവ് സെഷൻസിലൊക്കെയും കൂടുതലും ഡിസ്കസ് ചെയ്ത് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ എത്രയും വേഗം മടിച്ചു നിൽക്കേണ്ട, ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എക്സാമിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്